അപ്പം നമ്മളിതാ നയാഗ്ര വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്തിയിരിക്കുക. ഇവിടുത്തെ ബാക്കിയുള്ള ഐറ്റിനറീസും കാര്യങ്ങളൊക്കെ ചേച്ചിയാണ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം അതുവഴി നമ്മൾ പോവാണ്. തലേദിവസമൊക്കെ നല്ല മഴയായതുകൊണ്ട് ഞങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല ഇന്ന് നല്ല വെതർ ആയിരിക്കുമെന്ന്. നല്ല ബ്രൈറ്റ് സണ്ണി ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ എല്ലാം കാണാനും എക്സ്പ്ലോർ ചെയ്യാനും സാധിച്ചു. നയാഗ്രയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഈ സിറ്റി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കുറേ അധികം കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൈഡുകളും പിന്നെ ഷോപ്പുകളാണെങ്കിൽ തന്നെ ഭയങ്കര ആർട്ടിസ്റ്റിക് രീതിയിലാണ് ഇവർ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഞങ്ങൾ നയാഗ്ര ഫോൾസിലേക്ക് ഒരു 10-15 മിനിറ്റ് ഉണ്ട് ഇവിടുന്ന് നടക്കാൻ. പക്ഷെ പോകുന്ന സ്ട്രീറ്റൊക്കെ ഭയങ്കര രസമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഫോൾസിന്റെ അടുത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതല്ലേ അമ്മ ആദ്യമായിട്ടല്ലേ കാണാൻ പോന്നെ? അടിപൊളി. എന്ത് ഭംഗിയാ കാണാൻ. ഇത് മറ്റേ സൈക്ലോൺ പോലെ അടിപൊളി. സൈക്ലോൺ കൊള്ളാട്ടോ. ഞങ്ങളിതാ ഇനി ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട്. ഇത് ഭയങ്കര അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട് എല്ലാവരും ഇങ്ങനെ ബോട്ടിൽ പോകുന്നത്. അപ്പം അത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അതാണ് അടുത്ത് ട്രൈ ചെയ്യാൻ പോകുന്നത്. 12:30-ക്കാണ് നമുക്ക് ഇവിടുന്ന് അടുത്ത ബോട്ട് പോകുന്നത്. അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു തിരക്കാണ്. ഞങ്ങൾ ഓടുകയാണ് അവിടെ എത്താൻ വേണ്ടിയിട്ട്. കുറച്ചിങ്ങനെ നടക്കാനൊക്കെ ഉണ്ട്. നല്ല തിരക്കുണ്ടല്ലേ. അതെ, ഇതൊരു ടണലിൽ കൂടി നമ്മൾ പോകുന്നത്. ഇങ്ങനെ കറങ്ങി നമ്മൾ താഴെ വരെ എത്തും. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വാട്ടർഫോൾസ് ആയ നയാഗ്ര ഫോൾസ് കാണാനുള്ള എക്സൈറ്റ്മെന്റിലായിരുന്നു ഞങ്ങൾ എല്ലാവരും. അങ്ങനെ ഞങ്ങൾ ആ ക്യൂയിലൂടെ കറങ്ങി ആ ക്രൂസിനടുത്ത് തറയപ്പോഴത്തേക്കും ഞങ്ങളെ കാത്ത് അവിടെ ഒരു അമ്മച്ചി ഇപ്പുണ്ടായിരുന്നു. അമ്മച്ചിയുടെ ഇന്ന് ആ റെഡ് ജാക്കറ്റൊക്കെ കൈയോടെ ഞങ്ങൾ പൊക്കി. പിന്നെ ടൈറ്റാനിക്കിൽ കയറുന്ന പോലെ ഒരു ആവേശമായിരുന്നു എല്ലാവരും. എല്ലാരും ഈ ചുമന്ന കളറില് എന്ത് രസല്ലേ കാണാൻ. എന്നാ US വരുന്നവർക്ക് നീല കളറും ഓപ്പോസിറ്റ് ഉണ്ട്. നമുക്ക് റെഡ്, കാനഡ റെഡും. നയാഗ്ര ഫോൾസിൻ്റെ ഒരു സൈഡ് കാനഡയും ഓപ്പോസിറ്റ് കാണുന്ന ആ സൈഡ് US ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ക്രൂസിൽ കയറി. ക്രൂസ് പതുക്കെ ഫോൾസിനടുത്തേക്ക് നീങ്ങാൻ തുടങ്ങി. ക്രൂസ് അങ്ങനെ അടുത്തേക്ക് എത്തുന്തോറും എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയി തുടങ്ങിയായിരുന്നു കേട്ടോ. എല്ലാവരും ഫേസിലേക്ക് ആ മിസ്റ്റൊക്കെ ഇങ്ങനെ അടിച്ചു തുടങ്ങി.
നമ്മളിതാ ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങി കുറേ നേരം നമ്മൾ കുറച്ച് റിലാക്സ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മളിനി കുറച്ച് ക്ലോസറായിട്ട് ഈ ഫോൾസ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. ഇന്നൊരു വീക്കെൻഡ് കൂടി ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല. ഓ മഴ പെയ്യുന്ന പോലെയാ ഇത്. മഴ പെയ്യുന്ന പോലെയാണ് നമ്മളുടെ മേത്ത് ഇങ്ങനെ മിസ്റ്റ് അടിക്കുന്നത്. ഭയങ്കര രസമുണ്ട് കേട്ടോ, ശരിക്കും മഴ പോലെ അല്ലേ? മഴ അടിപൊളി. എന്ത് രസല്ലേ. അപ്പൊ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ കയ്യിൽ കുറേ വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഈ വ്ളോഗിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തി വീഡിയോ ആയിപ്പം. അതുകൊണ്ട് ഞങ്ങൾ അതൊരു വേറെ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ ട്യൂൺ. ലവ് യു ആൻഡ് ബൈ.